Hello. అవును. Okay, very good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Good Good evening, evening, ma'am. Good evening. Okay, നിങ്ങൾക്ക് ബ്രേക്ക് വേണോ? ബ്രേക്ക് വേണോ? ഒന്നും വേണ്ട മിസ്, ഞങ്ങളിപ്പോ കേറിയിട്ടുള്ളൂ. അപ്പൊ സാറ് പോയി. ഞങ്ങള് കേറിയപ്പോ ലേറ്റ് ആയി. ഞാൻ അല്ല, ക്ലാസ് ഒന്നും അറിയില്ലായിരുന്നു 7:30ക്ക്. ഞാൻ കണ്ടിരുന്നു, പക്ഷെ മറന്നുപോയി പെട്ടെന്ന്. മെസ്സേജ് കണ്ടിരുന്നു, എന്നും കേറാത്തതുകൊണ്ട് വൈകി. ഓക്കെ ഓക്കെ, റെക്കോർഡ് ക്ലാസ് കാണാം. ഓക്കെ, നമുക്ക് സമയം കളയണ്ട. നമ്മൾ എന്തായാലും അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഇന്ന് ചെയ്യണം. അതായത് നമുക്ക് നമ്മുടെ കയ്യിൽ 3 ബോർഡ്സേ ഉള്ളൂ. മൾട്ടിപ്ലിക്കേഷന്റെ ബോർഡില്ല, ബട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഓക്കെ, ഞാനതൊക്കെ സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. സോ ഞാൻ അതൊന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രെയർ ഒക്കെ ചെയ്ത് കാണുമല്ലോ അല്ലെ? എനിവേ ജസ്റ്റ് എനിത്തിങ് യു പീപ്പിൾ വാണ്ട് ടു ഷെയർ? എന്തെങ്കിലും പറയാനുണ്ടോ? ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പിന്നെ നമ്മുടെ ഈ ഫെസിലിറ്റേറ്റേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ ആ ഗ്രൂപ്പിനകത്ത് ഇല്ലാത്ത കുട്ടികളുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ മാർച്ച് 1-ാം തീയതി പ്രാക്ടിക്കൽ സെക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്നുണ്ട്. അപ്പൊ അതിന് ഇപ്പൊ ആ മെസ്സേജ് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് അടുത്തുള്ള ഫ്രണ്ട്സിന്റെ അടുത്ത് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ എന്റെ നമ്പർ ഞാൻ മെൻഷൻ ചെയ്തേക്കാം, എന്റെ അടുത്ത് വിളിച്ച് ചോദിക്കാം. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അറിയിച്ചിട്ടുണ്ട് നമ്മൾ കാര്യങ്ങള്. അപ്പൊ അവര് തന്നെ നമുക്ക് ലൊക്കേഷൻസും പിന്നെ അഡ്രസ്സും പിന്നെ നമുക്ക് കിട്ടുന്ന നമ്പർ, കാരണം ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നമുക്ക് ഏത് സമയത്തും വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു നമ്പറും പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിനകത്ത് അവർ ഷെയർ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഡിസിഷൻ എടുത്തിട്ട് മാരുടെ അടുത്ത് അറിയിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് അന്വേഷിക്കാനുള്ള എൻക്വയറി ചെയ്യുക കേട്ടോ. എനിക്ക് ഒരാളെ ഒന്ന് പറയാനായിട്ട് പറ്റുമായിരിക്കും. ബെൻസി സന്തോഷ്. ആള് ഗ്രൂപ്പിലൊന്നുമില്ല, അങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെയോ. നമ്മുടെ ഇതിനകത്ത് MT3 ബാച്ച് ആണോ മാം? അതെ അതെ, ഇപ്പൊ ആഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. മീൻസ് ഒഫീഷ്യൽ ഗ്രൂപ്പിൽ തന്നെ ഇല്ല. പരീക്ഷ നടന്നതിന്റെ ലിങ്ക് ഒന്നും ആൾക്ക് കിട്ടിയിട്ടുണ്ടായില്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ ആഡ് ആക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സണൽ പ്ലാറ്റ്ഫോമിൽ ഇല്ലെന്നാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഹലോ മാം. യെസ് പ്ലീസ്. എന്താ മാം? എന്തോ? ഹലോ, പറഞ്ഞോട്ടെ. പറയൂ. എനിക്ക് സംശയം ചോദിക്കാനാണ് മാം. ചോദിക്കൂ. നമ്മുടെ ഇവിടെ അടുത്ത് ഇവിടെ അടുത്തൊരു സ്കൂളില് ബയോഡാറ്റ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കണേ, ഈ കോഴ്സ് പൂർത്തീകരിക്കണേക്കാളും മുമ്പ്. അപ്പൊ അങ്ങനെ എഴുതി കൊടുത്തയക്കുമ്പോ ഈ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാതിരിക്കുവോ, അങ്ങനെയുള്ളൊരു സംശയം. എന്താണെന്ന് വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്, ഞാന് പാസ്സായിട്ടുണ്ട്. അപ്പോ +2 പാസ്ഡ്, പിന്നെ NTTC എന്ന് കൊടുത്താൽ മതിയോ, അതോ ഡിഗ്രി ഒന്നും കൂടുതൽ അതിൽ ആഡ് ചെയ്യണോ എന്നൊരു സംശയം ഉണ്ടേ. അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും ആഡ് ചെയ്യൂ. നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒന്നും ആഡ് ചെയ്യാതിരിക്കണ്ട. അതെല്ലാം മാനേജ്മെന്റിന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്. നമ്മളെല്ലാം ഒന്നും മറച്ചു വെക്കണ്ട, എല്ലാം അതിനകത്ത് കാണിക്കണം. ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ ബയോഡേറ്റയിൽ കാണിക്കുക. അതെന്താണെന്ന് വെച്ചാ പ്രീ പ്രൈമറി സെക്ഷൻ പഠിപ്പിക്കുന്നത് കൊണ്ട് കൂടുതലായി കഴിഞ്ഞാൽ വിളിക്കാതിരിക്കുകയോ അങ്ങനെയൊക്കെയുള്ളൊരു സംശയം ഉണ്ടായിരുന്നേ, അതാണ് ചോദിച്ചത്. പക്ഷെ നമ്മൾ നമ്മുടെ ബയോഡേറ്റ കൊടുക്കുമ്പോൾ അതിലെല്ലാം ട്രൂ ആയിട്ട് കൊടുക്കുന്നതല്ലേ നല്ലത്. അവര് വേറെ ഏതെങ്കിലും സോഴ്സ് വഴി അറിഞ്ഞു കഴിഞ്ഞാൽ അത് അധികം പ്രശ്നമല്ലേ. ഞാനിത് 2-3 പേരോട്, അറിവുള്ളവരോട് ചോദിച്ചേ. അപ്പൊ എനിക്ക് ഉത്തരവൊന്നും കിട്ടിയില്ല. അപ്പൊ ഞാൻ ജിഷ മാമിനോട് ഒന്ന് ചോദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് 2 ദിവസമായി. അപ്പൊ ഞാൻ ചോദിച്ചതാണ് മാം. താങ്ക് യു. നമ്മൾ ട്രൂ ടു അവർ സെൽഫ് അത്രയും മാത്രം നോക്കിയാൽ മതി. നമ്മൾ കൊടുക്കുന്നതിൽ യാതൊരു അധികവും എഴുതരുത്. നമ്മൾ എന്താണോ ചെയ്യുന്നത്. ക്വാളിഫിക്കേഷൻ, സുജാതയുടെ കമന്റ് നോക്കൂ. ക്വാളിഫിക്കേഷൻ ഈസ് അവർ സ്ട്രെങ്ത്. താങ്ക് യു. സിജി എന്തോ ചോദിച്ചല്ലോ, എന്തോ പറഞ്ഞല്ലോ, എന്തായിരുന്നു മാം? അത് ആ മിസ് ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, അത് ആ കുട്ടിയുടെ പേരെന്താ ചോദിച്ചതാണ്? ബെൻസി സന്തോഷ്. ബെൻസി.
ബെൻസി എക്സാം ഒന്നും അത് കാരണം മോക്ക് ടെസ്റ്റ് കാര്യമെല്ലാം പറഞ്ഞേ, അല്ലാതെയുള്ള എക്സാം ഒന്നും ബെൻസി എഴുതിയിട്ടുണ്ടായില്ലായിരുന്നു. യെസ്, ബെൻസി സന്തോഷ്. ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നു. എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. വി നോ ദാറ്റ് വി ഹാവ് 4 അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. ഏതൊക്കെയാ? അഡിഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ ആക്ച്വലി സാധാരണ സ്കൂളുകളിൽ ഈ അഡീഷൻ, സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ ഏത് ക്ലാസ്സിലാവുമ്പോഴാണ് ചെയ്തു തുടങ്ങുക? അഡീഷനും നമ്മള് UKG തുടങ്ങും. അഡീഷൻ സബ്ട്രാക്ഷൻ 1ാം ക്ലാസ്സിൽ തുടങ്ങും. പിന്നെ അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ നമ്മള് സെക്കൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് തോന്നുന്നത്. അതെ, യെസ്. UKGന്ന് ശരിക്കും ഈ അരിത്തമെറ്റിക് ഓപ്പറേഷൻ തുടങ്ങുള്ളൂ. LKGയിൽ നമ്മൾ അവരുടെ നമ്പേഴ്സിന്റെ ഫെമിലറൈസേഷൻ, കൗണ്ടിങ് അല്ലെ, അവര് അത് എഴുതി അത് പ്രാക്ടീസ് ആവുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 2 ഡിജിറ്റ് 100 വരെയാണെന്ന് തോന്നുന്നു അല്ലെ LKG പഠിക്കുന്നത് അല്ലേ? ഓക്കെ, സോ നമുക്ക് LKG 50 വരെയാണ് മാം. 50 വരെ LKG. 50 വരെയാണോ? 50 വരെ. UKG 100 വരെ കംപ്ലീറ്റ് ചെയ്യും. താങ്ക് യു. ഓക്കെ, അപ്പൊ ഞാൻ അഡീഷന്റെ ബോർഡ് എടുത്ത് വെക്കാം. യെസ്, നമുക്ക് അഡീഷൻ സ്ട്രിപ്പ് ബോർഡ് എന്നാണ്. നമുക്ക് സ്ട്രിപ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ അഡീഷൻ ചെയ്യുന്നത്. ഞാനൊന്ന് ടേബിളിലേക്ക് വെച്ചിട്ട് ഞാനൊന്ന് ക്യാമറ അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ. ബോർഡ് കാണാമോ? നന്നായിട്ട് കാണാമോ? ഒരറ്റം ക്ലിയർ അല്ല. ഈ എൻഡ് കാണുന്നില്ല. ഇപ്പോഴോ? ഓൾമോസ്റ്റ് ചെറിയൊരു ഇല്ല ചോദിക്കല്ല. ഇല്ല, നേരത്തെ ആയിരുന്നു ബെറ്റർ. ഓക്കെ. ഇപ്പൊ സൈഡ് ഫ്രണ്ട് വശം ഇത്തിരി പോയി. ഇത്തിരി ഇറക്കി വെക്കും താഴെ. ടീച്ചറുടെ കൈയിന്റെ അടുത്തേക്ക് താഴെ. കൈ പിടിച്ചേക്ക്. ഇതന്നെ എവിടെയെങ്കിലും വെക്കാനൊരു സംവിധാനം ഇല്ല. ഓൾമോസ്റ്റ് കാണാനുണ്ട്. തുടക്കം ഒരു കുറച്ചേ കുറവുള്ളൂ. അത് ഞാൻ നീക്കിയാ മതിയല്ലോ, മനസ്സിലാവില്ലേ? ഇപ്പൊ പാർട്ട് ബൈ പാർട്ട് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഈ ബോർഡില് 1 തുടങ്ങി 18 വരെയുള്ള നമ്പേഴ്സ് ആണ്. കാണാലോ? നിങ്ങൾക്ക് മിറർ ഇമേജ് ആയിട്ടാണോ കാണുന്നേ? കറക്റ്റ് കാണുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് ഈ ഒരു സെഷനും കൂടെ ഇതിനുണ്ട്. ഇതിൽ എന്തൊക്കെ കളേഴ്സാ കാണുന്നത്? ബ്ലൂ, റെഡ്. ബ്ലൂവും റെഡും കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതാണ് സ്ട്രിപ്സ്. ഈ ഓരോ സ്ട്രിപ്പിലും 1 തുടങ്ങിയിട്ട് 9 വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബ്ലൂ സ്ട്രിപ്പും 9 ഉണ്ട്, റെഡ് സ്ട്രിപ്പും 9 ഉണ്ട്. അങ്ങനെ നമുക്ക് ടോട്ടൽ 18 സ്ട്രിപ്സ്. ഇനി ഈ ഏഞ്ചൽസിന്റെ ഒക്കെ വിങ്സ് ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിങ്സിന്റെ പ്രത്യേകത എന്താ? ടോപ്പിൽ നീളം കൂടുതൽ, താഴേക്ക് വരുമ്പോ നീളം, ആ ഒരു ഫെദറിന് ഇങ്ങനെ നീളം കുറഞ്ഞു വരുന്ന കാണാറില്ലേ? നമ്മൾ ഈ സ്ട്രിപ്സ് ഏഞ്ചൽ വിങ്സ് പോലെയാണ് വെക്കുന്നത്. അതായത് ഏറ്റവും മുകളില് നീളം കൂടിയ സ്ട്രിപ്പിലാണ് ഏറ്റവും ലാർജ് നമ്പർ എഴുതിയേക്കുന്നത്. അപ്പൊ നമുക്ക്
റെഡും 9 ഉണ്ട്, ബ്ലൂവും 9 ഉണ്ട്. അപ്പൊ ഏറ്റവും മുകളിൽ 9 എന്നുള്ള നമ്പർ കാണിക്കുന്ന ഒരു സ്ട്രിപ്പാണ്. ഇതിനകത്ത് കണ്ടോ 9 കാണാലോ. അപ്പൊ അങ്ങനെ ഒരു സൈഡില് റെഡും ഒരു സൈഡില് ബ്ലൂ ആയിട്ട് വെക്കണം. അപ്പൊ 9 then 8 സ്ട്രിപ്പ് വെക്കുന്നത് ഭാഗം ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. സ്ട്രിപ്പ് ഞാൻ പ്ലേസ് ചെയ്യുന്നത് കാണാലോ അല്ലെ. യെസ് കാണാം. 6 then 5. ക്യാമറ പിടിച്ചു തരാൻ ആരുമില്ല, മോൻ കളി കണ്ടോണ്ടിരിക്കുക. 5 4 then 3 2 1. ഒരു സൈഡായി. ഇപ്പൊ ഏഞ്ചൽ വിങ്സ് എന്ന് പറഞ്ഞത് ഏകദേശം ഇപ്പൊ ആ ഷേപ്പ് മനസ്സിലായിട്ടുണ്ടല്ലേ. ഓക്കെ, നെക്സ്റ്റ് ബ്ലൂ സൈഡ് ഇവിടെ വെക്കാൻ പോവാ. ഏറ്റവും വലുത് 9 then 8 നമുക്ക് മുകളിൽ ഇങ്ങനെ നമ്പേഴ്സ് ഉണ്ട്, അതിന്റെ താഴെ ഇങ്ങനെ കുറെ നമ്മളുടെ ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെ മാത്സ് നോട്ട് ബില്ലേ, ചെക്ക് ബുക്കോ അങ്ങനെ എന്തോ അല്ലേ പറയാറ്, ചെക്ക് നോട്ട് ബുക്കോ. അതെ അതെ മാം. അതുപോലെ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത പോലെയാണ് ഈ ബോർഡ് ഇരിക്കുന്നത്. കുട്ടികൾക്ക് ചെയ്യാനും എളുപ്പമുണ്ട്. 7 6 then 5 4 3 2 1. മനസ്സിലായില്ലേ ഏഞ്ചൽ വിങ്സ് എന്ന് ഉദ്ദേശിച്ചു. റെഡ് വെച്ചു, അപ്പുറത്തെ സൈഡിൽ ബ്ലൂ. അപ്പൊ ഈ ബോർഡിന്റെ രണ്ട് സൈഡിലും ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് നമ്മൾ ഈ രണ്ട് കളർ സ്ട്രിപ്സ് വെച്ചു. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് അഡീഷൻ പഠിപ്പിക്കാൻ പോവാണ് നമ്മൾ കുട്ടികളെ. അപ്പൊ ആദ്യം നിങ്ങൾ ആരെങ്കിലും 2 നമ്പർ പറയുക. ഓക്കെ, 2 നമ്പർ ആഡ് ചെയ്യാനുള്ള 2 നമ്പർ പറയുക. ഏതാ പറയാ? 2 + 3. 2 + 3. ഓക്കെ, 2 + 3. സോ 2 എടുക്കണം. കാണാലോ, ഫസ്റ്റ് ഇവിടെ വെച്ച് 2. നമുക്ക് വേണ്ടത് 3 ആണ്. സോ ഫ്രം ബ്ലൂ 3 എടുക്കും. മുകളിലുള്ള ആൻസർ നോക്കുക. 3 വെച്ചപ്പോ ഏത് നമ്പറിന്റെ അവിടെ ആയിട്ടാണ് അത് വന്നിരുന്നത്. ഇതിനൊരു ചെറിയ റിംഗ് ഉണ്ട് കേട്ടോ, ഞാൻ ആ റിംഗ് ഒന്ന് എടുത്തിട്ട് വരാം. കണ്ടു, റിംഗ് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? ആൻസർ എവിടെയാണോ അതിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ റിംഗ് വെക്കും. കണ്ടോ? ഓക്കെ, നമ്മൾ സെക്കൻഡ് നമ്പർ ഒന്ന് മാറ്റുമെന്ന് വിചാരിച്ചോ. 2ന്റെ കൂടെ അടുത്ത വേറെ ഏതെങ്കിലും നമ്പർ ഒന്ന് ആഡ് ചെയ്യാനായിട്ട് എടുക്കുക. അടുത്ത നമ്പർ പറയും. ഇതിന്റെ കൂടെയാണ് ആഡ് ചെയ്യുക, അത് നെക്സ്റ്റ് വീണ്ടും ഇതേപോലെ തന്നെയാണോ ചെയ്യാ? അല്ല, നമ്മൾ 2നെ നമ്മൾ സ്റ്റേബിൾ ആക്കി വെച്ചിട്ട് 2 അവിടെ വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് നമ്പർ പറയുക. അപ്പൊ ബ്ലൂ പാർട്ട് നമ്മൾ മാറ്റുക. അപ്പൊ പോയിട്ട് 5 എടുക്കാം. വേഗം ഈ റിങ്ങിനെ മാറ്റുക, റിങ്ങിനെ മൂവ് ചെയ്യിക്കുക. എവിടെ എത്തി? ഇത് എവിടെയാണോ ഏത് ചെക്ക് ബോക്സിന്റെ ഏത് ഇതിനകത്താണ് ഇരിക്കുന്നത് അതിന്റെ മുകളിൽ കൊണ്ടുപോയി നമ്മൾ ആ റിങ് വെക്കും. സോ നമ്പർ 7. ഇന്നൊരു സംശയം ഇനി തോന്നാം. കാര്യം നമ്മൾ കുട്ടികളെ പല ആക്ടിവിറ്റീസിലൂടെ നമ്പേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യിച്ചു, കൗണ്ടിങ് പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും ആഡ് ചെയ്യുമ്പോൾ ഇപ്പം
2+3 എന്ന് പറയുമ്പോൾ 3ക്ക് പകരം പെട്ടെന്ന് അവരറിയാതെ 4 എടുക്കുന്നു, അങ്ങനെ വിചാരിക്കുക. അങ്ങനെ അവർക്ക് ഒരു എറർ പറ്റും. അപ്പൊ നമ്മളിത് തെറ്റാന്ന് നമ്മൾ പറയുന്നതിനേക്കാളും നമ്മൾക്ക് എങ്ങനെ അവരെ ആ കൺട്രോൾ ഓഫ് എറർ ചെയ്യിക്കാം? ഒന്ന് ഈ ബോർഡ് നോക്കിയിട്ട് പറയാൻ പറ്റൂ? നമുക്ക് അതിന് തൊട്ട് താഴെയുള്ള ഈ ചെക്ക് ബോക്സുകൾ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ആദ്യം അവർ പഠിക്കുന്നത് കൗണ്ടിങ്ങും നമ്പർ ഫെമിലറൈസേഷനും ആയിരിക്കുമല്ലോ. പക്ഷെ എന്നാലും അഡീഷൻ ചെയ്ത് തുടങ്ങുമ്പോഴേക്കും അവർക്കൊരു കൺഫ്യൂഷൻ വന്നു. 2+5 എന്ന് പറഞ്ഞപ്പോ 5ന് പകരം അവർ 6 ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ ശരിക്കും 8 ആയിരിക്കുമല്ലോ അവര് ആൻസർ ആയിട്ട് കാണുന്നത്. 7 ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് എങ്ങനെയാ ചെയ്യിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കൗണ്ട് ചെയ്യിക്കാം. എനിക്ക് കൗണ്ടിങ്ങും ശരിയാവുന്നില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു ലൂസ് ബീഡ്സ് ഉണ്ടാകണം, കുറേ ലൂസ് ബീഡ്സ് ഉണ്ടാകണം. അത് കൊടുത്തിട്ട് അവരോടൊന്ന് കൗണ്ട് ചെയ്യാൻ പറയാം. 2+5 ആണെങ്കിൽ 2 ബീഡ്സ് ആദ്യം എടുക്കാൻ പറയാം. 2 എടുത്തു. ഇത് തെറ്റുവാണെങ്കിൽ കേട്ടോ, സ്ട്രിപ്പ് ബോർഡ് കറക്റ്റ് അവർ ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ പ്രോബ്ലം ഇല്ല. അതേസമയം ഇവിടെ മിസ്റ്റേക്ക് വന്നു, അപ്പൊ നീ ചെയ്ത തെറ്റാണ്, ഇറ്റ്സ് റോങ് എന്ന് നമ്മൾ പറയുന്നതിന് പകരം ആ എറർ എങ്ങനെ അവർക്ക് മനസ്സിലാക്കാന്നുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ യൂസ് ചെയ്യാം കേട്ടോ. ബീഡ്സ് കൊടുക്കുക, ലൂസ് ബീഡ്സ് കൊടുത്തിട്ട് 2 കൗണ്ട് ചെയ്ത് തരാൻ പറയാം. അപ്പൊ അവർ 2 കൗണ്ട് ചെയ്ത് തരും. നമ്മുടെ രണ്ടാമത്തെ നമ്പർ 5 ആണെങ്കിൽ 5 കൗണ്ട് ചെയ്ത് തരാൻ പറയാം. 5 കൗണ്ട് ചെയ്ത് തരും. ഒരുമിച്ചാക്കിയിട്ട് കൗണ്ട് ചെയ്യാൻ പറയാം. അപ്പൊ അവര് കൗണ്ട് ചെയ്യും. 7. അപ്പൊ അവരോട് ഇവിടെ ചെക്ക് ചെയ്യാൻ പറയാം. ചെക്ക് ചെയ്യാൻ പറയുമ്പോഴേക്കും അവർക്ക് മനസ്സിലാകും അതല്ല എന്നുള്ളത്. വേഗം അവരത് മാറ്റും. ഈ നമ്പർ നമ്പർ 5ഉം 6ഉം കൂടെ കാഴ്ചയിൽ മാറിപ്പോയതാണെങ്കിൽ വേഗം തന്നെ സാൻഡ് പേപ്പർ നമ്പേഴ്സ് എടുക്കുക, അവരെ കൊണ്ട് ട്രേസ് ചെയ്യിക്കുക. 5 പല പ്രാവശ്യം ട്രേസ് ചെയ്യുമ്പോഴേക്കും അവർക്ക് 5 അവരുടെ ഓർമ്മയിൽ നിൽക്കും. അങ്ങനെ 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 നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവിടെ ഒരു എറർ വരുമ്പോൾ ആ കൺട്രോൾ ഓഫ് എററിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് മെറ്റീരിയൽസും യൂസ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നമ്മൾ ബീഡ്സ് യൂസ് ചെയ്തു, അതുപോലെ തന്നെ സാൻഡ് പേപ്പർ നമ്പേഴ്സ് യൂസ് ചെയ്തു അല്ലെ. അപ്പൊ ആ രീതിയിലൊക്കെ ചെയ്തു. ഓക്കെ, ഇപ്പൊ അഡീഷൻ മനസ്സിലായില്ലേ? അഡീഷനിൽ നമുക്ക് ഈ ബോർഡും ഉണ്ട്, 2 കളർ സ്ട്രിപ്പും ഉണ്ട്. ഇനി സബ്ട്രാക്ഷനും അഡീഷനും തമ്മിലുള്ള ബോർഡിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സബ്ട്രാക്ഷനിൽ ഈ 2 സ്ട്രിപ്സും ഉണ്ടാകും, അഡീഷണലി വേറൊരു സ്ട്രിപ്പും കൂടി ഉണ്ടാവും. ഈ 2 കളറിൽ സ്ട്രിപ്പും ഉണ്ട്, പിന്നെ വേറൊരു സ്ട്രിപ്പ് ഉണ്ട്. നമുക്ക് വന്നിരിക്കുന്നതിനകത്ത് ഒരു ഗ്രേ കളർ സ്ട്രിപ്പാണ് അഡീഷണലി വന്നിരിക്കുന്നത്. വുഡൻ കളർ സ്ട്രിപ്പും അവൈലബിൾ ആണ്. സബ്ട്രാക്ഷനിൽ കുറച്ച് സ്റ്റെപ്സ് അധികം ഉണ്ട്. ഇത് ചെയ്യിക്കാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു മെത്തേഡും കൂടെ ചെയ്യാം. ഇപ്പൊ 2+3 നമ്മൾ അഡൾട്ട്സ് ആണ്, നമ്മളുടെ മനസ്സിലായി 2ഉം 3ഉം ഇരിക്കും അല്ലെ. അതേസമയം കുഞ്ഞ് ചിലപ്പം 2+3 എന്ന് മനസ്സിൽ വിചാരിച്ച് ആൻസർ അത് ഇച്ചിരി പാടായിരിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഈ പേപ്പർ ബിറ്റ്സ്, ചാർട്ട് പേപ്പറിന്റെ ആയാലും മതി, ഇങ്ങനെ കട്ട് ചെയ്യുക. അല്ലെങ്കിൽ A4 സാധാരണ ഷീറ്റ് ചെറിയ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്യുക. ഈ ഒരു വലുപ്പമൊക്കെ മതിയാകും. ഇതിനേക്കാൾ ചെറുതായാലും കുഴപ്പമില്ല. 4 എന്നുള്ള നമ്പറിന്റെ വലുപ്പമായാലും മതി. എന്നിട്ട് അതിലിപ്പോ 2+3 അതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് 2+3 എഴുതുക. അപ്പൊ അതിന്റെ മുകളിൽ സെലോ ടേപ്പ് അങ്ങ് ഒട്ടിക്കുക. സെലോ ടേപ്പ് ഒട്ടിച്ചിട്ട് 2+3 = നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവണം. സെലോ ടേപ്പ് ഒട്ടിച്ചിട്ട് കിട്ടുന്ന ആൻസർ കുട്ടിയെ കൊണ്ട് തന്നെ അവിടെ എഴുതിക്കുക. 5 ഒരു കുട്ടിയെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ 5ന്റെ ഭാഗം ഒന്ന് മാറ്റിയാലോ. സെലോ ടേപ്പിന്റെ മുകളിലല്ലേ 5 എന്ന് അവര് മാർക്കർ പെൻ കൊണ്ട് എഴുതുന്നത്. അത് മാറ്റിട്ട് അടുത്ത കുട്ടിക്ക് കൊടുക്കുക. അടുത്ത കുട്ടിക്ക് കൊടുക്കുമ്പോൾ അതിന് അങ്ങനെ ഇപ്പൊ നമുക്ക് കുറെ അങ്ങനെ പല പല നമ്പേഴ്സ് ഇതുപോലെ എഴുതി ഈ പറയുന്ന ട്രാൻസ്പെറൻറ്റ് ഷീറ്റോ എന്തെങ്കിലും വെച്ച് നല്ലപോലെ ഒട്ടിച്ചതിന് ശേഷം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരേ സ്ട്രിപ്പ് അങ്ങനെ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ സ്ട്രിപ്പില് പല കുട്ടികളെ കൊണ്ടും പ്രാക്ടീസ് ചെയ്യിക്കാം. പല പല നമ്പേഴ്സ് അങ്ങനെ കുറെ സ്ട്രിപ്പ് നമ്മൾ കയ്യിൽ കരുതിയാൽ മതി. അത് അപ്പൊ കുട്ടികൾക്ക് 2 എന്നുള്ള നമ്പറും മനസ്സിലാകും, 3 എന്നുള്ള നമ്പറും മനസ്സിലാകും. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്പർ ഫെമിലറൈസേഷൻ കുറച്ചുകൂടെ അവർക്ക് കുറവാകും. ഓക്കെ, അപ്പൊ അഡീഷൻ ക്ലിയർ ആയല്ലോ. സ്ട്രിപ്പ് ബോർഡ് യൂസ് ചെയ്തിട്ട് അഡീഷൻ നമ്മൾ ഉണ്ടാക്കണോ? ഏതാണ് ഇത് നമ്മൾ ഉണ്ടാക്കണോ? ഇത് ഇത്തിരി നല്ല പണിയാ. ഇത് വുഡൻ പീസസ് ആണ് കംപ്ലീറ്റ്. ചെറിയ ചെറിയ വുഡൻ പീസസ് ആണ്. അതിനെ ഈ രീതിയിൽ ഷേപ്പിൽ കട്ട് ചെയ്ത് ഇതുപോലെ നമ്പേഴ്സ് ഇതിനകത്ത് പ്രിന്റ് ചെയ്ത് കോളംസ് ഒക്കെ വരച്ചിട്ടുള്ളതാണ്. അത്രയും കോളംസ് വേണം, അതിനൊരു കണക്കൊക്കെ ഉണ്ട്. ഇത് നമ്മൾ വാങ്ങിച്ചതാണ്. എന്തോ
ഒരു ട്രിക്കിലൂടെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കണതില്ലേ എന്ന് പറയുന്നത് മനസ്സിലാക്കിയപ്പോ എനിക്ക് അങ്ങനെ തോന്നി. ആ ആ ഇത് 5 സാധനത്തിന്റെ അത്രക്ക് നീളം വേണം. ആ അങ്ങനെ ആകുമ്പോൾ ആഡ് ചെയ്യാൻ പറ്റുക അങ്ങനെയൊക്കെ. മെഷർമെന്റ് ഉണ്ട് അതാണേ. ഓക്കെ, മാം നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് നമ്മളിത് ചെയ്യണോ ഇത് മാം? എന്ത് ചെയ്യണോന്ന്? ഈ ഈ ചാർട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇത് ഇതിപ്പോ സ്ട്രിപ്പ് ബോർഡ് അല്ലേ, നമുക്ക് സ്ട്രിപ്പ് ചാർട്ട് ഉണ്ട്. അത് നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാല് നമുക്ക് മൾട്ടിപ്ലിക്കേഷന്റെ ഒരു സ്ട്രിപ്പ് ചാർട്ട് ഉണ്ടായിരുന്നു. ഞാനത് ഫസ്റ്റ് ബാച്ച് എന്റെ അതിന്റെ പിക്ചറാ ഉള്ളത്. ഫസ്റ്റ് ബാച്ചിന് ഞാൻ ഇതുപോലെ ഓൺലൈൻ ക്ലാസ്സിൽ റെക്കോർഡ് ഷെയർ ചെയ്ത് അത് കാണിച്ചു കൊടുത്തു. അപ്പൊ നമ്മുടെ ബാച്ചിൽ ഉണ്ടായിരുന്ന ഒരു ട്രെയിനിയുടെ കുട്ടിക്ക് എന്ത് ചെയ്തിട്ടും മൾട്ടിപ്ലിക്കേഷൻ ടേബിള് മനസ്സിൽ നിൽക്കുന്നില്ല. എന്നിട്ട് ആ കുട്ടി ചാർട്ട് പേപ്പറിൽ അത് കംപ്ലീറ്റ് വരച്ചിട്ട് അത് വെച്ചിട്ട് കൊച്ചിനെ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിച്ചപ്പോ അവനിപ്പോ ഭയങ്കര ഈസി ആയി. അതിനൊരു ചാർട്ട് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് ഞാനിപ്പോ സുജാതയ്ക്ക് റെക്കോർഡ് ഷെയർ ചെയ്തപ്പോ അതിനകത്ത് വന്നിട്ടുണ്ടാവും മൾട്ടിപ്ലിക്കേഷൻ സ്ട്രിപ്പ് ചാർട്ടോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഓക്കെ, ഇത് മാറ്റാലോ? ഇതിൽ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഇല്ല മാം. യെസ് മാം. സബ്ട്രാക്ഷൻ എടുക്കാം, അത് ഇച്ചിരി പ്രൊസീജിയറാണ്. തിരിച്ച് അതങ്ങനെ വെക്കണം. ഞാനിപ്പോ പെട്ടെന്ന് വെക്കാൻ നമുക്ക് സമയം കളയേണ്ടത്. ഇത് ഞാൻ ശരിച്ചെടുത്ത് വെച്ച് ഇങ്ങനെയൊന്നും അല്ല വെക്കേണ്ടത്, നല്ലപോലെ ശ്രദ്ധിച്ച് തന്നെ വെക്കേണ്ടതാണ്. പിന്നെ മാറ്റ് വിരിച്ചിട്ടൊക്കെയാണ് നമ്മളിത് ചെയ്യേണ്ടത് കേട്ടോ. മിസ്സേ, ഞങ്ങൾ 1-ാം തീയതി വരുമ്പോ മിസ്സുമാരെല്ലാരും ഉണ്ടാവില്ലേ അവിടെ? ഞാൻ മത്സരി മിസ് ഉണ്ടാവും. ഒന്നാം തീയതി എല്ലാരും പോവുണ്ടോ? ശരിക്ക് വരണമെന്നുണ്ടോ? വരാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. ചിലപ്പോ 1-ാം തീയതി ആയിരിക്കും നോമ്പ് വരിക. ഓ 1-ാം ശരി തീയതി കൊറേ ലോങ്ങാണ് ടീച്ചറെ. എനിക്ക് വരാൻ നല്ല പൂതിയൊക്കെ ഉണ്ട്. ശരിയാ, ഞാൻ സമ്മതിക്കണു. ബട്ട് ആലോചിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തലേ ദിവസം വരൂ, എന്റെ വീട്ടിലേക്ക് വരൂ. വീട്ടിലേക്ക് വന്നാലോ കുട്ടികളൊക്കെ പാടെ വന്ന ടീച്ചർക്ക് ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ട്? 4 കുട്ടികളുണ്ട്. ഞാൻ വന്നു കഴിഞ്ഞാൽ ഷെരീഫയെ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിക്കും. നോമ്പ് എടുക്കുന്ന സമയത്ത് ഞാൻ പറയും ബിരിയാണി ഉണ്ടാക്കി തരണം എന്ന് പറയും. അപ്പൊ ഞാൻ അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കും. അത് ശരി. ഷെരീഫ മാർച്ച് ഫസ്റ്റ് എന്തായാലും നോമ്പ് വരില്ല കേട്ടോ. അല്ലേ, മോൾക്ക് എൻട്രൻസിന്റെ കോച്ചിങ് ആണ്. അവ എക്സാം ആവാനായി ഏപ്രിലിൽ. അവള് ഫുൾ ടൈം മാർച്ച് ഫസ്റ്റിൽ തന്നെ നോമ്പാവാൻ ചാൻസ് ഇല്ല കേട്ടോ. അല്ലേ? അന്ന് നോമ്പാണെങ്കിൽ ഞങ്ങളും വരില്ല. നോമ്പില്ലെന്നാണ് വിചാരിക്കണത്. അല്ല ഇല്ലാതിരുന്ന പോണ ആൾക്കാർക്ക് പോവാലോ അല്ലെ? എനിക്ക് എന്തായാലും പറ്റൂല. എന്തായാലും നിങ്ങൾ അവിടെ ചെയ്തോ, ഞങ്ങക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരുണ്ടോ പോവാത്തവർക്ക്. അല്ലെങ്കിൽ നെക്സ്റ്റ് ബാച്ചിന്റെ വരുമ്പോ അതിന്റെ കൂടെ അപ്പൊ വരാൻ പറ്റിയെങ്കിൽ വന്നാലും മതി. എല്ലാരും ആ ഭാഗത്തുള്ള ആൾക്കാരാണ് നമ്മള് ബാച്ച് ചെയ്യില്ലൊക്കെ. അതുകൊണ്ട് ഞാൻ ഒറ്റക്കുള്ളൂ ഇവിടെ മലപ്പുറം ജില്ലയിലൊക്കെ. ഇല്ലല്ലോ, തസ്രീഫ മലപ്പുറം കിടക്കുന്നുണ്ടല്ലോ ഗ്രൂപ്പില്. മലപ്പുറത്തുനിന്ന് വരുന്നുണ്ടല്ലോ. മലപ്പുറം ജില്ലയിലാണോ? ഞാൻ മലപ്പുറം തിരൂരാണ്. തിരൂരോ? എവിടെ സ്ഥലം സൈനു? എന്റെ സ്ഥലം അലനല്ലൂര് എന്ന് പറയും, മണ്ണാർക്കാട്. ഇവിടുന്ന് കുറച്ച ലോങ്ങാല്ലേ? ലോങ്ങാണ്. അതെ, ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 5 ഹവേഴ്സിന്റെ അടുത്തുണ്ട്. അതെ. ഒരു പെരിന്തൽമണ്ണ എന്നൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ എങ്ങനെങ്കിലും സെറ്റ് ആക്കായിരുന്നു.
എന്തായാലും പോവാൻ പറ്റണോലൊക്കെ പോയി വരി. നമുക്ക് അടുത്ത ബാച്ചിന്റെ പോവാം. അതെ, ഞാൻ വിചാരിച്ച അടുത്തതിൽ കൂടാ. ഇവിടെ ഹസ്ബൻഡ് ഇല്ല, 4 മക്കളുണ്ട്. അപ്പൊ അവരൊറ്റക്കാക്കിയിട്ട് പോവാനും പറ്റൂല. ചിലപ്പോ വൈകൂലേ തിരിച്ചു വരുമ്പോ വൈകും. എക്സാം അപ്പൊ പോലെ എടുക്കൂല. അപ്പൊ നമുക്ക് അടുത്ത വർഷം. ഓക്കെ. മക്കൾക്ക് എക്സാം ആവണ്ടേ, അവരെ കൂട്ടി പോരാൻ പറ്റില്ലല്ലോ, എക്സാം മിസ്, നടക്കും. ഞങ്ങളൊരു ഉച്ചയ്ക്ക് ഇറങ്ങണോണ്ട് കുഴപ്പമില്ലല്ലോ. ഒരു 1-1:30 ആവുമ്പോ നമുക്ക് പോരാൻ പറ്റുമോ? ഉച്ചയാകുമ്പോൾ ശരിക്കും ഫസ്റ്റ് ബാച്ചിന്റെ കഴിഞ്ഞിരുന്നു. പക്ഷെ നിങ്ങൾ കൂടുതൽ ആളുകൾ ഉള്ളത് കൊണ്ടേ ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണ് ചെയ്യിച്ചത്. പക്ഷെ എല്ലാവരും ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ ആളുകൾ ഉള്ളത് കൊണ്ട് ടൈം കുറച്ചുകൂടി എടുക്കുമോന്ന് എനിക്കറിയില്ല. അവര് ഒരു 23, 25, 30ക്കുള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ അവര്. കാണാലോ. ഞങ്ങൾക്ക് ഒരു 1:30-2 ആവുമ്പോഴെങ്കിലും ഇറങ്ങിയാല് ഇവിടെ 7 മണി 7:30 എത്തുള്ളൂ. അല്ല, പെട്ടെന്ന് പോവാൻ തിരക്കുള്ളവർക്ക് വേഗം ചെയ്ത് പോവാലോ. അതെ, അങ്ങനെ നോക്കി അങ്ങനെ നിങ്ങൾ തന്നെ ഒന്ന് തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റിന് പോവാം കേട്ടോ. നമ്മൾ നേരത്തെ പോലെ തന്നെ ഇത് സബ്ട്രാക്ഷനും അഡീഷനിലും ഈ കളർ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യും. കുട്ടികൾക്ക് ഒന്ന് അത് മനസ്സിലാകാനാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ ആ ഒരു ജസ്റ്റ് അതൊന്ന് ഡിഫറൻസ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം. ഇല്ലെങ്കിലും പ്രോബ്ലം ഇല്ല. ഇപ്പൊ നമ്മൾ വെച്ചു കൊടുക്കുന്ന പോലെ തന്നെ അവര് വെക്കണം എന്നൊന്നും നിർബന്ധമില്ല. അവർക്ക് ചിലപ്പോൾ റെഡ് ലെഫ്റ്റിൽ വെക്കാനാണ് ഇഷ്ടമെങ്കിൽ അവര് റെഡ് ലെഫ്റ്റിൽ വെക്കും, ബ്ലൂ ആണ്, അങ്ങനെ ആ രീതിയിൽ. ഓക്കെ, കണ്ടോ? 3ാമത്തെ സ്ട്രിപ്പ് കണ്ടോ? മുകളിലായിട്ടാണല്ലേ? മുകളിൽ വെക്കണം. അത് ലാർജ് ടു സ്മോൾ ആണ് വെക്കുന്നത്. ഏറ്റവും കാണാലോ, 18 നമ്പേഴ്സ് ഉണ്ട്, 18 ഉണ്ട്. അത് ലാർജ് ടു സ്മോൾ ആ ഒരു രീതിയിലാണ് അത് വെക്കുന്നത്. പിന്നെ ഇതിപ്പോ വെർട്ടിക്കൽ ആയിട്ടല്ലേ വെച്ചിരിക്കുന്നത്, മുകളിലേക്ക് അങ്ങനെ നീളത്തിലല്ലേ വെച്ചിരിക്കുന്നത്. ഇത് തന്നെ ഹൊറിസോണ്ടൽ ആയിട്ട് വെക്കും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഈ മെത്തേഡാണ് നല്ലത്. ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. മറ്റേത് കുറച്ചുകൂടെ കുട്ടികളെ കൺഫ്യൂസ് ആക്കിക്കും, എറേഴ്സ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം. നിങ്ങൾ 2 നമ്പർ പറയൂ, സബ്ട്രാക്ട് ചെയ്യാൻ പറ്റി. 5 - 2. 5 - 2. അപ്പൊ നമ്മളുടെ ഈ മുകളിൽ ഈ നമ്പേഴ്സ് ഇല്ലേ, ഇതിൽ 5 നോക്കുക. 5 എവിടെയല്ലേ? അതിന്റെ മുകളിലുള്ള നമ്മൾ 3ാമത് ഇതിനൊരു സ്ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ സ്ട്രിപ്പ് എടുക്കുക. 5. ഓക്കെ, 5 - 2. അപ്പൊ ആ സ്ട്രിപ്പ് എടുക്കുക. ആ സ്ട്രിപ്പ് എടുത്തിട്ട് ഇവിടെ വെക്കുക. നമുക്ക് ഏറ്റവും വലിയ നമ്പർ 5 ആയിരുന്നു. അപ്പൊ 5ന്റെ മുകളിലുള്ള ആ സ്ട്രിപ്പ് എടുക്കുക. അതിനെ 5 കഴിഞ്ഞിട്ടുള്ള 6 തുടങ്ങി അങ്ങോട്ട് വെക്കുക. വേണമെങ്കിൽ ഇങ്ങനെ കവർ ചെയ്താണെങ്കിലും വേണമെങ്കിൽ വെക്കാം, മുകളിലായിട്ടാണെങ്കിലും വെക്കാം. ഓക്കെ, 5 - 2 അല്ലേ പറഞ്ഞത്. ഓക്കെ, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതില് ഒറ്റ ഈ ലെഫ്റ്റും റൈറ്റും വെക്കുന്ന ഏതെങ്കിലും ഒരു സ്ട്രിപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇത് രണ്ടും വെച്ചിട്ട് ചെയ്യാം. അത് കാണിച്ചു തരാം. 5 - 2. 5ന്ന് ഒരു 2 വയ്ക്കുക. നമുക്ക് ബാക്കി എന്തുണ്ട്? 1, 2, 3 അല്ലെ? 3 ബോക്സസ് ഉണ്ട്. സോ അതൊന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബ്ലൂന്ന് 3 എടുക്കുക. ഇത് ഈ സൈഡിൽ നിന്ന് 3 എടുത്തിട്ട് അവിടെ വെച്ച് നോക്കുക, കറക്റ്റ് ഫിറ്റ് ആണോ എന്നുള്ളത്. കുട്ടി കറക്റ്റ് 3 തന്നെയാണ് എടുക്കുന്നതെങ്കിൽ ആ 3 തന്നെ അവിടെ വെക്കും. അപ്പൊ കറക്റ്റ് ആണെന്ന് മനസ്സിലാകും. കൗണ്ടിങ്ങും നമ്പർ ഫെമിലറൈസേഷനും അത് കറക്റ്റ് ആയിട്ട് തന്നെ വരും. ഈ കുട്ടിക്ക് നമ്പർ ശരിക്കും അറിയില്ല, പക്ഷെ ആൻസർ മനസ്സിലായി 3 ആണെന്നുള്ളത്. മുകളിൽ 3 കണ്ടു, ഈ 2 വെച്ചപ്പോ പിന്നെയുള്ളത് 3 അല്ലേ. വേണമെങ്കിൽ മുകളിലേക്ക് ഇതിനെ വെച്ചിട്ട് നമ്പറിനെ നോക്കാം. 3 അല്ലേ? അപ്പൊ 3 എഴുതിയിട്ടുള്ള ബ്ലൂവിനെ എടുക്കാം. ഈ ബോക്സസ് കൗണ്ട് ചെയ്യാം. അങ്ങനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. 5 - 2 ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ 5ന്റെ മുകളിലുള്ള സ്ട്രിപ്പ് എടുത്തിട്ട് ബാക്കി നമ്പേഴ്സ് എല്ലാം കവർ ചെയ്ത് വെച്ചു. അപ്പൊ പിന്നെ ആ നമ്പർ ഒന്നും നമ്മൾ കാണുന്നില്ല. കൺഫ്യൂഷൻ അവിടെ മാറ്റി. ഇനി 5 - 2 ആണ്. 2 എടുത്തു, 5ൽ നിന്ന് ഇങ്ങോട്ട് വെച്ചു. ആ 2 ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ ബാക്കിയുള്ളത് നോക്കുക. ബോക്സസ് കൗണ്ട് ചെയ്ത് നോക്കാം. ആ മുകളിലെ 3 കണ്ടിട്ട് ആ 3 വരുന്ന
ബ്ലൂ എടുത്ത് ആ ബോക്സിനെ കവർ ചെയ്ത് വെച്ച് നോക്കാം. അപ്പൊ കറക്റ്റ് അവിടെ ഫിറ്റ് ആയി. സോ നമുക്ക് ആൻസർ 3 ആണ് ആൻസർ എന്നുള്ളത് മനസ്സിലായി. ദിസ് ഇസ് ദി ആൻസർ. അങ്ങനെയാണ് സബ്ട്രാക്ഷന് മൂന്നാമത്തെ സ്റ്റെപ്പിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത് ഇതാണ്. അഡീഷനെ പോലെയല്ല, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ വരും, എറർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റെപ്പും കൂടെ എക്സ്ട്രാ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുകൊണ്ട് ആ എറർ വരാനുള്ള ചാൻസ് കുറച്ചു. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ആ, ചോദിച്ചു. ഇപ്പൊ 18 മൈനസ് ആണെങ്കിൽ നമ്മൾ എവിടെയായിരിക്കും ആ ഗ്രേ സ്ട്രിപ്പ് വെക്കുക? 18 ആണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 18ന്റെ മുകളിൽ ആ നമ്പർ ഉണ്ട്. ഇവിടെ നമുക്ക് ഒന്നുമില്ലല്ലോ, ഇവിടെ അങ്ങ് വെക്കുക. ഓക്കെ, 18 മൈനസ് എന്തായിരുന്നു നമ്പർ ഏതാ പറഞ്ഞു? 18 മൈനസ് 9. ഓക്കെ, ഇതൊന്നുകൂടെ വെച്ചോട്ടെ. അടുത്തത് വരുമ്പോൾ നമ്മളെല്ലാം പിന്നെ തിരിച്ചതിന്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. കാരണം അല്ലെങ്കിൽ എല്ലാം കൂടെ ചേർന്ന് കൺഫ്യൂഷൻ ആവുമല്ലോ. 18 മൈനസ് 9 അല്ലേ പറഞ്ഞത്? യെസ് മാം. സോ അതൊരു കൺഫ്യൂഷൻ ആണല്ലോ. 18 മൈനസ് 9 വരുമ്പോൾ 9 എന്നുള്ള സ്റ്റെപ്പ് എടുത്തു. ഓക്കെ മാം, വേറെ നമ്പർ ഇതല്ലേ 80, ഈ സാധനം ഇവിടെയാണ്. 9 എന്നുള്ള 18 മൈനസ് 9 അല്ലേ, 9 എടുത്തു. ഞാൻ ആ 18ന്റെ അപ്പുറത്ത് എന്താ അതെന്താ ചെയ്യാന്ന് അറിയാൻ വേണ്ടി വെറുതെ ചോദിച്ചതാ. മനസ്സിലായി. ആണ് വരണേന്ന് വെച്ചാല് ആൻസർ 9. സോ ഇത് വെച്ച് നോക്കിയിട്ട് നമ്മൾ നോക്കുന്നു, ആൻസർ കറക്റ്റ് ആണ്. മാം ആ മുകളിൽ വെച്ചിരിക്കുന്ന ഗ്രേ ഭാഗം ഒന്ന് കാണിക്കൂ മാം. അത് പകുതി കാണുന്നുള്ളൂ. ഗ്രേയില് ആ സ്ട്രിപ്പ് അത് എങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്നൊന്ന്. ഓക്കെ ഫൈൻ, ഈ സൈഡിൽ നിന്ന് അങ്ങോട്ടാണല്ലേ? ഓക്കെ. അതായത് 1ന്റെ മുകളിൽ ഏറ്റവും നീളമുള്ളത് വരും, 2ന്റെ മുകളിൽ അതിനടുത്ത തൊട്ട് താഴെ വരുന്ന. ഓക്കെ, ഇവിടെ 1 എന്നുള്ളത് ഏറ്റവും വലിയ ഇതാണല്ലേ സ്ട്രിപ്പ്. പക്ഷെ മറ്റേ രണ്ട് സൈഡിലും 1 എന്നുള്ളത് ചെറുതല്ലേ? ബ്ലൂവും റെഡും ആണ് ഉദ്ദേശിച്ചത്. അതെ അതെ. ബ്ലൂവും റെഡും നമ്മൾ ലാർജ് ടു സ്മോൾ ആണ് മുകളിൽ നിന്നും താഴേക്ക്. ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റ് അങ്ങനെ തന്നെ വെക്കും. ഓക്കെ ഓക്കെ. അതിൽ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ടോ? ഇതിലൊക്കെ അല്ല, വലുതിന് നമ്പർ എഴുതിയിട്ടില്ല. നോക്കിയാണ് കുട്ടികൾ വെക്കുന്നത്. അപ്പൊ അവർക്ക് ലാർജ് സ്മോൾ എന്നുള്ള ഒരു ഐഡിയയും കൂടെ അതുകൊണ്ട് കിട്ടും. വെച്ച് പോകുമ്പോ ഇതിന്റെ ഇടയ്ക്ക് വന്നു, അടുത്തത് ഇത് വെച്ചു എന്ന് വിചാരിച്ചോ, അടുത്തത് ഇത് വെച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും ആ ലെങ്ത് ഡിഫറൻസ്. വേഗം അതിനെ എടുക്കും, മാറ്റും, അങ്ങനെ അങ്ങനെ അങ്ങനെ. മാം അതൊന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് എനിക്ക് ക്യാമറ ഒന്ന് ശരിക്കും കാണിക്കും മാം. കാണുന്നില്ല. കറക്റ്റ് വെച്ചിട്ട് കാണിക്കാനാണോ? അല്ല, കറക്റ്റ് അല്ല, തെറ്റി വെച്ചിട്ട് ഒന്ന് കാണിക്കാൻ. അപ്പൊ ഒന്ന് നമുക്ക് അതിന്റെ ഒരു കയ്യിൽ ക്യാമറയും ലെഫ്റ്റ് ഹാൻഡിൽ ക്യാമറയാണേ. അത് ഞാൻ ലാപ്ടോപ്പ് സ്ക്രീനിൽ നോക്കിയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സ്ട്രിപ്പ് ഞാനൊന്ന് ഇതൊന്നും വെച്ചിട്ടില്ല എന്ന് വിചാരിച്ചു. ഇതൊന്നും വെച്ചിട്ടില്ല, നമ്മൾ വെച്ച് തുടങ്ങുകയാണ് കേട്ടോ. ഫസ്റ്റ് 5 എണ്ണം നമ്മൾ കറക്റ്റ് വെച്ചു എന്ന് വിചാരിക്കുക. ഫസ്റ്റ് 5 എണ്ണം കാണുന്നില്ലല്ലേ? ഫസ്റ്റ് 5 എണ്ണം കറക്റ്റ് വെച്ചു. അതിന്റെ ലെങ്ത് കണ്ടല്ലോ, കറക്റ്റ് വെച്ചു. ഫസ്റ്റ് 5 ഇതിപ്പോ കാണാലോ. മാം നേരെ പിടിക്കും. ഇതിപ്പം മോൾ ഭാഗം കാണുന്നില്ല. ഇപ്പൊ ബ്ലറായി. അറ്റം കാണുന്നില്ല, ഏറ്റവും ടോപ്പ് ഭാഗം കാണുന്നില്ല. കാരണം അവിടെ ഇപ്പൊ ഓൾമോസ്റ്റ് കാണുന്നുണ്ട്. കണ്ടല്ലോ, ഇപ്പൊ കാണാലോ. ഞാൻ ഒരു കുട്ടി എന്നുള്ള നിലയിൽ നെക്സ്റ്റ് ഇത് വെച്ചു, അടുത്തത് വെച്ചു. നോക്കൂ, ആ ഹൈറ്റ് ഡിഫറൻസ് അപ്പൊ അവിടെ കണ്ടു ടിപ്പില്, കേട്ടോ. അപ്പൊ അത് വേഗം അതൊക്കെ മാറ്റും. അപ്പൊ ഇതില് നമ്പേഴ്സ് നമ്മൾ എഴുതിയിട്ടില്ല അല്ലെ? ഈ സൈസ് അനുസരിച്ച് സെറ്റിംഗ് ആണ്. അതിന്റെ ലെങ്ത് മാത്രമാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഫാക്ടർ. ലെങ്ത് മാത്രമേ ഉള്ളൂ. ലെങ്ത് അനുസരിച്ച് അവർ വെക്കുന്നു. അത് നമ്മൾ ഫസ്റ്റ് തന്നെ കുട്ടികൾക്ക് ഇതിന്റെ ഡെമോ നമ്മൾ കൊടുക്കും. ആദ്യം തന്നെ ഇവരുടെ കയ്യിലേക്ക് ബോർഡ് കൊടുക്കില്ല, ഇവർക്കൊരു ഡെമോ കൊടുത്ത് ഇത് കാണിക്കും. അത് കഴിഞ്ഞ് പിന്നെ അവരെ കൊണ്ട് ചെയ്യിക്കും. അപ്പോ പുതുതായി ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം കണ്ടാലൊന്നും പെട്ടെന്ന് ചില കുട്ടികൾക്ക്
അവർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വരണമെന്നില്ല. പക്ഷെ അവരുടെ ഓർമ്മയിലുണ്ടാവും. അപ്പൊ ഇങ്ങനെ വെക്കുമ്പോൾ അവർക്ക് ഓർമ്മ വരും, ഇങ്ങനെയല്ലല്ലോ, ലെങ്ത് ഉള്ളത് വേണമല്ലോ. അപ്പൊ അവരങ്ങനെ മാറ്റി 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 കറക്റ്റ് വെച്ച് ഇതാക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? നമ്മൾ വരുമ്പോ ഒന്ന് പ്ലാൻ ചെയ്യുക. അപ്പൊ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വീഡിയോ ഷോർട്ടായിട്ടോ ഒക്കെ എടുത്തിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ വരാൻ പറ്റാത്തവർക്ക് അതിന്റെ ഒരു മനസ്സിലാകും. പിന്നെ ഇപ്പം ഈ മെറ്റീരിയൽസിന് ഒത്തിരി എന്താ പറയാ, ഇത് മോഡിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വൺസ് വാങ്ങിക്കുന്ന തന്നെ ആവണമെന്നില്ല. ഒരു സ്കൂളിൽ ചെല്ലുമ്പോൾ കാണുന്നത് ഓൾമോസ്റ്റ് അതിന്റെ ഫങ്ഷൻസ് ഒക്കെ സെയിം ആയിരിക്കും. ബട്ട് ഈ എന്താ പറയാ, കാഴ്ചയിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, ബോർഡിന്റെ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവും, സ്ട്രിപ്പിന്റെ മെറ്റീരിയലിൽ വ്യത്യാസം കാണാം. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും എല്ലാം നാച്ചുറൽ ആയിട്ടുള്ളത് കൊണ്ട് ഇതെല്ലാം വുഡൻ പീസസ്. ഒരുമാതിരി ബാക്ക് സൈഡിൽ കാണിച്ചു തരാണ്. നമ്മുടെ ഒരു പണ്ട് നമ്മൾ എക്സാമിനൊക്കെ റൈറ്റിംഗ് ബോർഡ് കൊണ്ടുപോകില്ലേ, ആ ടൈപ്പ് ഒരു മെറ്റീരിയൽ. നെക്സ്റ്റ് നമ്മള് ഡിവിഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് മൾട്ടിപ്ലിക്കേഷന്റെ കിട്ടിയിട്ടില്ല. ബോർഡ് കാണാമോ? ഡിവിഷൻ 1 2 3 9 വരെയുണ്ട്. ഇവിടെയും 9 വരെയുണ്ട്, താഴേക്കും 9 വരെയും. ഇത് ചെറിയ ചെറിയ ഹോൾസ് ആണ്. ഇവിടെ ഇച്ചിരി വലിയ ഹോള്, ഒരു വ്യത്യാസം. ഞാൻ അതിന് വേണ്ടുന്നതാണ് ഈ സാധനങ്ങൾ. ക്ലിയർ ആയോ? ബീഡ്സും നമ്മളുടെ ചെസ് ബോർഡിലുള്ള ആ ആർമി മാനെ പോലത്തെ ചെറിയൊരു ഷേപ്പ്. ഗ്രീൻ കളറാണ്. അല്ലല്ല, ഡോക്ടർ സിലിണ്ടർ അല്ല, നമ്മൾ കയ്യിലെടുത്ത് കാണിക്കുന്നത്. നമ്മുടെ ഈ ചെസ് ബോർഡിൽ ഇരിക്കുന്ന ആ ആർമി മാനെ പോലത്തെ ഒരു സാധനം, ഒരു ഷേപ്പ്. കാണാലോ? മറ്റേ സൈഡിൽ എന്ത് ബീഡ്സ് ആണോ മറ്റേത്? ഇത് ബീഡ്സ് ആണ്. ഇത് ബീഡ്സ് ആണ് കണ്ടോ, പച്ച കളറുള്ള ബീഡ്സ്. രണ്ടിന്റെയും ഫംഗ്ഷൻ എന്താന്ന് ഇപ്പൊ പറയാം. 18 ഡിവൈഡഡ് ബൈ 3. നമുക്ക് ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് 2 നമ്പർ ഉണ്ടാവും അല്ലെ? 18 ഡിവൈഡഡ് ബൈ 3. ഡിവൈസർ ഏതാ, ഡിവിഡൻഡ് ഏതാ? കുട്ടികൾക്ക് അത്രയ്ക്കൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കില്ല. ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിച്ചു എന്ന് മാത്രം. ഡിവിഡൻഡ് 18, ഡിവൈസർ 3 അല്ലെ? അപ്പൊ ഡിവൈസർ ഏതാണോ അത്രയും നമ്പർ. ഇപ്പൊ ഞാൻ 18 ഡിവൈഡഡ് ബൈ 3 അല്ലേ പറഞ്ഞേ? 3 ഈ ഷേപ്സ് എടുക്കുക, അത് മുകളിൽ വെക്കുക. 1 2 3. അതായത് 18നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. അപ്പൊ ഡിവൈഡ് ചെയ്യാൻ പോകുന്ന ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പർ, അത് ഇവിടെ 3 ആണ്, നമ്മൾ 3 വെച്ചു. ഇനി നമ്മളുടെ ബീഡ്സിന്റെ ബോക്സ് ഇല്ലേ, ഇതിൽ നിന്ന് നമ്മൾ 18 ബീഡ്സ് കയ്യിലെടുക്കണം. ഞാനിപ്പോ കയ്യിലെടുക്കുന്നില്ല, കാരണം എന്റെ ഒരു കയ്യിൽ ഇതും ഒരു ഇതായതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുക്കുള്ളൂ. പക്ഷെ നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അവരെ കൊണ്ട് ആ ഒരു 18 എന്നുള്ള നമ്പർ ആണെങ്കിൽ അത് എത്രയാണോ നമ്പർ ഡിവിഡൻഡ് അത് എത്രയാണോ അത്രയും ബീഡ്സിനെ പുറത്തേക്ക് എടുക്കണം. ഡിവൈസർ അത്രയും ബീഡ്സിനെ പുറത്തെടുക്കണം. അവര് കൗണ്ട് ചെയ്യുക, അവർ തന്നെ കൗണ്ട് ചെയ്ത് 18 ബീഡ്സിനെ പുറത്തെടുക്കും. ഞാനിപ്പോ ഇവിടെ വെക്കുന്നില്ല, കാരണം ഇത് ഉരുണ്ടു പോകും. നമ്മൾ മാറ്റ് വിരിക്കുവാണെങ്കിൽ ആ മാറ്റിൽ അത് ഇരിക്കും. മനസ്സിലായോ മാറ്റിന്റെ ഗുണം? അപ്പൊ ഞാൻ ഇത് എടുക്കുന്നു, കുറച്ച് എന്റെ കയ്യിലെടുത്തു. 18 അല്ല, അപ്പൊ 18 ബീഡ്സ് ആണ് നമ്മൾ കയ്യിലെടുക്കേണ്ടത് കേട്ടോ. ഇത് 3 അല്ലേ വെച്ചിരിക്കുന്നത്? ആ 3യുടെ താഴെ 18 ഇങ്ങനെ 3 3 3 ആയിട്ട് ഓരോ റോയിലും വെക്കണം. ഫസ്റ്റ് റോയിൽ 3, അതായത് ഇവിടെ മുകളിൽ 3 ആയതുകൊണ്ട് ഈ ഇരിക്കുന്ന 3ന്റെ താഴെ ബീഡ്സ് വെക്കാൻ പറ്റുള്ളൂ, ഇപ്പുറത്തേക്ക് പോകരുത്. ഇവിടെ 4 ആയിരുന്നെങ്കിൽ നമ്മൾ 4 വരെയും വെക്കും. അത് എവിടെയാണോ ഇരിക്കുന്നത് അതിന്റെ താഴെ വരെ ബീഡ്സ് വെക്കുക. അപ്പൊ ഫസ്റ്റ് റോയിൽ 3 വെച്ചു. ഇനി നമ്മൾ താഴേക്ക് വരണം, കാരണം ഇങ്ങോട്ട് നമുക്ക് ഇത് ഇല്ലല്ലോ, നമുക്കിവിടെ 3 അല്ലേ ഉള്ളൂ. ക്ലിയർ ആയോ? പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് ഞാൻ 3 വെച്ചു, പിന്നെ 4 5 6 7
8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. നമ്മുടെ 18 ആയപ്പോ അത് നിർത്തി. അപ്പൊ എത്ര റോ വന്നപ്പോഴാണ് 18 കംപ്ലീറ്റ് ചെയ്തത്? 6th റോ ആയപ്പോഴല്ലേ? അവിടെ 6 എന്നുള്ള നമ്പർ കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട്. അപ്പൊ ആൻസർ എന്താ? 6 അല്ലേ ആൻസർ? ഇതിപ്പോ പെർഫെക്റ്റ് ഡിവിഷൻ ആയിരുന്നു. ഇനി പെർഫെക്റ്റ് ഡിവിഷൻ അല്ലാത്തൊരു നമ്പർ പറയാമോ? 15/2. ഇതൊക്കെ മാറ്റണം. അടുത്ത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ബീഡ്സ് എല്ലാം തിരിച്ചു മാറ്റി വെക്കണം. 15 എത്രയായിരുന്നു പറഞ്ഞേ? കേട്ടില്ല. 2. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ആർമി മാനെ പോലെയുള്ളത് എത്ര എടുക്കണം? 2. 2 എടുക്കണം അല്ലെ? അപ്പൊ ഇതിന്ന് അത് രണ്ടെണ്ണം എടുത്തു. അത് മുകളില് 1, 2 വെച്ചു. ഇനി നമ്മൾ എത്ര ബീഡ്സ് എടുക്കണം? 15 ബീഡ്സ് എടുക്കണം. അത് എത്ര പ്രാവശ്യമായിട്ട് വെച്ച് പോകണം? 2 ആയിട്ട് വെക്കണം അല്ലെ? 2 സൈഡിലേ വെക്കാൻ പറ്റുള്ളൂ. നമുക്ക് 2 അല്ലേ ഇവിടെ ഉള്ളൂ. അതിന്റെ താഴെ മാത്രമേ പാടുള്ളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. നമുക്ക് ഈ 2s ആയിട്ട് വച്ചത് കംപ്ലീറ്റ് ആയത് എത്രാമത്തെ നമ്പറിന്റെ അവിടെയാ? 7. അപ്പൊ ആൻസർ 7. കംപ്ലീറ്റ് ആകാതെ എത്ര ബീഡ്സ് ഉണ്ട്? ബാക്കി എത്ര ബീഡ്സ് ഉണ്ട്? 1. അത് റിമൈൻഡർ ആയിട്ട് വരുന്നുണ്ടായി. റിമൈൻഡർ ആയിട്ട് എടുക്കും. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ? ഇതിലായാലും നേരിട്ടായാലും. ഇതിൽ ഡിവിഷൻ എടുക്കാം. ഞാൻ പറഞ്ഞ ഇത് എന്തുകൊണ്ട് നേരത്തെ അറിഞ്ഞില്ല? ഏതാ മിസ്സേജ് ഏത് മെറ്റീരിയലാണ് മിസ്സേജ് ബോർഡ് ഉണ്ടാക്കിയേക്കുന്നത്? ബോർഡ് ഉണ്ടാക്കുന്ന നല്ല ചടങ്ങ്. വുഡനാണ്. വുഡൻ ബോർഡാണ്. നല്ല ഫിനിഷ്ഡ് ആയിട്ടുള്ള വുഡൻ ബോർഡ്. കറക്റ്റ് ആ ബീഡിന്റെ അളവിലാണ് ഓരോ ഹോളും വെച്ചിരിക്കുന്നത്. ഇതിന്റെ ബേസിന്റെ അളവിലാണ് അതിനേക്കാളും കുറച്ച് വലുതാണ് മുകളിലത്തെ ആ റൗണ്ട്. പിന്നെ അവിടെ തന്നെ നിർത്താൻ പറ്റുന്ന രീതിയിലുള്ളത്. ഡിവിഷൻ നല്ല കുട്ടികൾക്ക് പെട്ടെന്ന് കേട്ടില്ല പറഞ്ഞത്. ഇതിന് ഒരു നേരത്തെ കാണിച്ചതിനേക്കാൾ ഒന്നുകൂടി മനസ്സിലാവാനും ഒന്നുകൂടി പെട്ടെന്ന് മനസ്സിലാവും തോന്നുന്നുണ്ട് ഇത്. അതെ. അഡീഷനും സബ്ട്രാക്ഷന്റെ അത്രയും നമ്മൾ പഠിച്ച കാലത്ത് ഡിവിഷനൊക്കെ ഇച്ചിരി പാടാണ്. ഇത് സിമ്പിൾ ആണ്, പെട്ടെന്ന് മനസ്സിലാവും. ചെറിയ ക്ലാസ്സിലാവുമ്പോഴേക്കും കുറച്ച് നമ്പേഴ്സ് അല്ലേ ഉള്ളൂ. അതിലിപ്പോ മാക്സിമം 9 ആ ഒരു രീതിയിൽ വരുന്നു. പിന്നെ നമുക്ക് 9 എന്ന് പറയുമ്പോൾ തന്നെ ബീഡ്സ് കുറെ വെക്കാനുള്ള പോർഷൻ ഉണ്ട്. ഇവിടെ തന്നെ 9, അങ്ങനെ 9 times 9 വരും. അങ്ങനെ അത്രയും ഹോള്, അത്രയും ബീഡ്സ് വെക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതിനനുസരിച്ച് നമ്പർ നമുക്ക് എടുക്കാം. ഇതിന്റെ അടപ്പ് കണ്ടോ? ചെറിയൊരു ഗ്രൂവ് 4 സൈഡിലും ഉണ്ട്. അപ്പൊ കുട്ടികൾക്ക് ഇങ്ങനെ ഇത് വെക്കാൻ എളുപ്പമാണ്, തുറക്കാനും എളുപ്പമാണ്. ടൈറ്റ്ലി ക്ലോസ്ഡ് അല്ല. അങ്ങനെയൊക്കെ ഉണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത. ചൈൽഡ് ഫ്രണ്ട്ലി ആണ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഒരു റബ്ബർ ബാൻഡ് ഇട്ട് നമ്മളൊന്ന് വെക്കണം, അല്ലെങ്കിൽ ഈ വീട് ഉരുണ്ടുരുണ്ട് പോകും, തുറന്നു പോകും നമ്മൾ എവിടെയെങ്കിലും തട്ടിപ്പോയാലേ. അപ്പൊ ഒരു റബ്ബർ ബാൻഡ് ഇട്ടൊന്ന് സെക്യൂർ ചെയ്ത് വെച്ചാൽ മതി. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ റബ്ബർ ബാൻഡ് അങ്ങ് റിമൂവ് ചെയ്തിട്ട് ബോക്സ് ആയിട്ട് കൊടുക്കുക. അവർ ഈസി ആയിട്ട് ഇങ്ങനെ തുറക്കും. അവർ അടച്ചു കഴിയുമ്പോൾ റബ്ബർ ബാൻഡ് ഇട്ടൊന്ന് വെക്കുക. അതേ ഉള്ളൂ നമ്മൾ ഇതിനകത്ത് കെയർ ചെയ്യേണ്ട ഒരു കാര്യം. ഇനി നമ്മൾ ബീഡ്സ് പിള്ളേര് മൂക്കിലിടാതെ ശ്രദ്ധിക്കും. ബീഡ്സ് മൂക്കിലും കുട്ടികളെ വായിലും മൂക്കിലും ഇടാതെ അതാണ്. അപ്പൊ ആ ഏജ് ഒന്ന് ഒരു ശ്രദ്ധിക്കണം, നമ്മളും ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വേറൊരു സംഭവമാണ് ബീഡ് സ്ട്രിങ്.
കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നോ? ഇത്രയും കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്, 10 കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഇതില് 1, 2, 3 പിങ്ക്, 4 യെല്ലോ, ബ്ലൂ, ലൈറ്റ് ബ്ലൂ, 5 പിന്നെ ഒരു വയലറ്റ് ഷെയ്ഡ് 6, വൈറ്റ് 7, ബ്രൗൺ 8, then blue, dark blue 9, golden bead 10. Okay, so ഇത് വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യിക്കാം, അഡീഷനും ചെയ്യിക്കാം. 2 + 3 ചെയ്യാൻ പറയുമ്പോൾ 2. അപ്പൊ നമ്പർ ഫെമിലറൈസേഷനും കൗണ്ടിങ്ങും ക്ലിയർ ആയിട്ടുള്ള കുട്ടികളെ വേണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അപ്പൊ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ കൗണ്ടിങ് പഠിപ്പിക്കാനും നമുക്ക് ഈ ബീഡ്സ് യൂസ് ചെയ്യാം. ബീഡ് എടുത്തിട്ട് കൗണ്ട് ചെയ്യാനായിട്ട് പറയാം അല്ലെ. ഇനി അഡീഷൻ ചെയ്യിക്കാനെന്ന് വിചാരിച്ചു. 5 + 3 ആണെന്ന് കരുതുക. അപ്പൊ അവരാദ്യം 5 എടുക്കും. 5 എടുത്തിട്ട് അവരിവിടെ വെച്ചു. നെക്സ്റ്റ് 3 വെച്ചു. ഓക്കെ, ഇപ്പൊ കൗണ്ട് ചെയ്തു. ആദ്യത്തേല് 5 കൗണ്ട് ചെയ്തു, പിന്നെ 6, 7, 8 എന്ന് കണ്ടിന്യൂസ് കൗണ്ട് ചെയ്യിക്കുന്നു. അപ്പൊ 8 കിട്ടി. 8 വരുന്ന ബീഡ് ഏതാന്ന് നോക്കിയെടുപ്പിക്കും. 8 നമുക്ക് സിമ്പിൾസ് നമുക്ക് ഇടയ്ക്ക് വെച്ച് കൊടുക്കാം. പ്ലസും ഈക്വൽ ടു ഒക്കെ നമുക്ക് ചെറിയ ചെറിയ കാർഡ്ബോർഡിൽ വരച്ചുണ്ടാക്കിയിട്ട് ഇതിന് ഇൻ ബിറ്റ്വീൻ കൊടുക്കാം. അപ്പൊ അതിന്റെ നേരെ ഈക്വൽ ടു ഇവിടെ വരുവാണെങ്കിൽ നേരെ അങ്ങനെ ഇത് വെച്ചിട്ട് നമുക്ക് അഡീഷൻ ചെയ്യിക്കാം. ഇതാവുമ്പോ നമുക്ക് പേടിക്കണ്ട, നോക്കി വെക്കുന്നത് പേടി വെക്കണ്ട. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞ എല്ലാവരും ഒന്ന് ബീഡ് സ്ട്രിങ് ഒന്ന് ചെയ്ത് വെക്കൂന്ന് പറഞ്ഞു. നമുക്ക് വലിയ കോസ്റ്റ് ഒന്നും വരുമൊന്നുമില്ല. ഓൺലൈനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില സമയത്ത് ഓഫറിലൊക്കെ കുറെ കിട്ടും. ഓക്കെ, ഇത് തന്നെ നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ചെയ്യിക്കാം. സിമ്പിൾസ് എടുക്കുക, മൾട്ടിപ്ലിക്കേഷന് ഈക്വൽ ടു സിമ്പിൾ എടുക്കുക. ഇപ്പോ ഏതെങ്കിലും നമ്പർ പറഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ 1 ഡിജിറ്റേ പറ്റുള്ളൂ. ഇവിടെ 10 വരെയല്ലേ നമുക്ക് മാക്സിമം ഉള്ളൂ. 5 × 2. 5 × 2. അപ്പൊ നമുക്ക് ഇതിന് 5 എടുക്കാം. 5 നമ്മുടെ ഈ ബ്ലൂ ആണല്ലോ. കുറെ അവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്ക് കാണാതെ അറിയാൻ പറ്റും ഏത് കളർ ഏത് നമ്പർ ആണെന്ന് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ 5 എടുത്തു. 5 × 2 അല്ലേ. അപ്പൊ എത്ര ടൈംസ് 5 വേണം? ആ രീതിയിൽ നമ്മൾ ഡെമോ കൊടുക്കണം. 2 5s എടുക്കണം അല്ലെ. സോ എത്രയായി? 10. അപ്പൊ ഈക്വൽ ടു നമുക്കൊരു 10ന്റെ ഇതും കൂടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസറും കാണിക്കാം. 5 × 2 എന്ന് പറഞ്ഞാൽ 2 ടൈംസ് 5 എടുത്തു നമ്മൾ ചെയ്തു. ഓക്കെ, മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. അങ്ങനെ കുറെ ബീഡ് സ്ട്രിങ് വെച്ചിട്ട് നമുക്ക് കുറെ ആക്ടിവിറ്റി ചെയ്യിക്കാം. അവരെ പല ഷേപ്സ് ഉണ്ടാക്കിക്കാം ബീഡ് സ്ട്രിങ് വെച്ചിട്ട്. സ്നേക്ക് പോലത്തെ ഷേപ്പ്, അല്ലെങ്കിൽ ട്രയാങ്കിൾസ് ഉണ്ടാക്കാം, റെക്ടാങ്കിൾസ് ഉണ്ടാക്കാം. അങ്ങനെ പല രീതിയിൽ ഷേപ്സ് അവരെ കൊണ്ട് സ്ക്വയർ ഉണ്ടാക്കാനായിരിക്കും കുറച്ചുകൂടി എളുപ്പം വരിക. റെക്ടാങ്കിളും സ്ക്വയറും ട്രയാങ്കിളും ഒക്കെ നമുക്ക് അവരെ കൊണ്ട് ചെയ്യിക്കാം. അത് അവർ തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് പല ഷേപ്സ് അവർ തന്നെ ഉണ്ടാക്കും. ഓക്കെ, ഇനി നമുക്ക് ആൽഫബെറ്റ്സ്, അതായത് ലാംഗ്വേജ് ഏരിയയില് എന്റെ കയ്യിലുള്ളത് ഞാൻ കാണിക്കാം. ആൽഫബെറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഇതില് സ്മോൾ ലെറ്റേഴ്സ് ആണ് കേട്ടോ. നമുക്ക് 4 ടൈപ്പ് ഉണ്ട്. ഒരു ടൈപ്പ് മാത്രമാണ് ഇപ്പൊ ഇതിലുള്ളൂ. പോയോ? കാണാമോ? നിങ്ങൾ എത്ര കളർ കാണുന്നുണ്ട്? ബ്ലൂ, റെഡും ബ്ലൂ ആൻഡ് റെഡ്. ഞാനൊരു ഏതെങ്കിലും ഒരു 3 ലെറ്റർ വരുന്ന ഒരു വേർഡ് പറയാമോ? ക്യാറ്റ്. ഓക്കെ, നമുക്ക് സി. ഇതിലൊക്കെ സി ഓരോന്നും 10 വീതം ഉണ്ട് കേട്ടോ. 10 ആണെന്നാണ് എന്റെ ഓർമ്മ. സി മാറ്റൊന്നും വെക്കാറുള്ളതില്ല, അതുകൊണ്ടാണ് സി. എ കണ്ടുപിടിക്കണം. ഇതും വുഡ് തന്നെയാ. ചെറിയ പ്ലൈവുഡിന്റെ. ഈ പ്ലൈവുഡ് തന്നെ പല തിക്നെസ് ഉണ്ടല്ലോ. പ്ലൈവുഡ് പലതരം വുഡുകൾ ഉണ്ടല്ലോ, പല തിക്നെസ്സിൽ വരുന്നത്. എ അടുത്ത നമുക്ക് ടി അല്ലേ വേണ്ടത്.
ഇവിടെ നിങ്ങൾ എത്ര കളർ കാണുന്നു? 2 കളേഴ്സ്. 2 കളേഴ്സ്. ഇനി ഒരു വേർഡും കൂടെ പറഞ്ഞു, 3 ലെറ്റേഴ്സ് വരുന്ന വേർഡ്. ഞാൻ 3 ലെറ്റർ പറയുന്നത് കുഞ്ഞുങ്ങളെ നമ്മള് വലിയ ലെറ്റേഴ്സ് ഒന്നും വരുന്നത് വരില്ലല്ലോ. ഏതാ? ആൻഡ് എന്നാണ് പറഞ്ഞത്. ആൻഡ്. ഓക്കെ. വേണം. എന്തെങ്കിലും പ്രത്യേകത തോന്നിയോ? എ മാത്രം ബ്ലൂ, ബാക്കി ലെറ്റേഴ്സ് എല്ലാം സിയും എന്നും ടിയും എല്ലാം റെഡ്. വവൽസ് ആണോ മാം ബ്ലൂ? വവൽസ് എല്ലാം ബ്ലൂ കളറിലും കൺസണൻസ് എല്ലാം റെഡ് കളറിലുമാണ്. അപ്പൊ കുട്ടിക്ക് അത് ഫെമിലറൈസ് ആവും. വവൽസ് കൺസണൻസ് നമ്മൾ അവരെ ഇമ്പോസിഷൻ ചെയ്തിരിക്കേണ്ട യാതൊരു കാര്യമില്ല, അവർക്കത് കിട്ടും. എ ഇ ഐ ഒ യു എല്ലാം ബ്ലൂ കളറിൽ വന്നു. ഓക്കെ, എ ഇ ഐ ഒ യു എല്ലാം ബ്ലൂ കളറിൽ വന്നു, ബാക്കിയെല്ലാം റെഡ് കളർ. ഇതാണ്. ഓക്കെ, 26 കമ്പാർട്ട്മെന്റ്സ് ആണ് വരുന്നത്. ഈ 26 കമ്പാർട്ട്മെന്റ്സിൽ 10 വീതം ലെറ്റേഴ്സ് ഉണ്ട്. സ്മോൾ ലെറ്റേഴ്സ് ആണ്. ഇത് മൂവബിൾ ആൽഫബറ്റ്സ്, ഇത് ലാർജ് മൂവബിൾ ആൽഫബറ്റ്സ്, സ്മോൾ. അതായത് സ്മോൾ ലെറ്റേഴ്സ് വലുപ്പം കൂടിയത്. അത് ലെറ്റർ സാധാരണ ട്രഡീഷണൽ സ്കൂളിലെ ബോർഡിൽ എഴുതുന്നു, അതിനെ നമുക്ക് മൂവബിൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് കുട്ടിക്ക് കയ്യിൽ കൊണ്ട് നടക്കാം, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാം, സ്വന്തം പേര് ഇത് വെച്ച് എഴുതി ഉണ്ടാക്കാം. അതേസമയം സ്വന്തം പേര് എഴുതാൻ ബോർഡിൽ പോയി ടീച്ചറുടെ പെർമിഷനോട് കൂടി ഇതിന് എഴുതണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ മൂവബിൾ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാര്യം ശ്രദ്ധിക്കാം, മാറ്റ് ഉള്ളത് കൊണ്ട് അവർ ആ ഏരിയ വിട്ട് വേറെ അങ്ങോട്ടും പോകില്ല, ആ ഏരിയയിൽ ഇരുന്നേ അവർ ആക്ടിവിറ്റി ചെയ്യുള്ളൂ. ഇത് തന്നെ കർസീവ് ഉണ്ട്, ഇത് തന്നെ സ്മോൾ ഷേപ്പിൽ, അതായത് വലിപ്പം കുറഞ്ഞ സ്മോൾ ലെറ്റേഴ്സ് ഉണ്ട്, ഇത് വലിപ്പം കൂടിയ സ്മോൾ ലെറ്റേഴ്സ്. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ ഇതിന്റെ അടിയിൽ ഒരു ചെറിയൊരു ഫിക്സിങ് പോലെയുണ്ട്, ഒരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഗ്രിപ്പ് പോലെ ഉണ്ട് അതിന്. അപ്പൊ ഒടിഞ്ഞു പോവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ മാറ്റിൽ അത് ഇരുന്നോളും, അതിങ്ങനെ ഊർന്നൊന്നും പോകുന്നില്ല. നമ്മൾ ഇന്ന് അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, പിന്നെ ബീഡ്സ് വെച്ചിട്ട് അരിത്തമെറ്റിക് ഓപ്പറേഷൻസും കൗണ്ടിങ്ങും നമ്പർ ഫെമിലറൈസേഷനും പറഞ്ഞു. പിന്നെ ഇതുപോലെ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ പറഞ്ഞു. പിന്നെ കഴിഞ്ഞ ദിവസം ബൈനോമിയൽ ക്യൂബ്സും സോളിഡ്സും നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയും മെറ്റീരിയൽസ് ആണ് എന്റെ കയ്യിൽ അവൈലബിൾ. പിന്നെ ഇത് ചെയ്യിക്കുമ്പോൾ വേറെ രീതി ചെയ്യാം. നിങ്ങൾ വേർഡ് റീഡിംഗ് കാർഡ്സ്, പിക്ചർ റീഡിംഗ് കാർഡ്സ് ഒക്കെ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലായിരുന്നോ? തന്നെ കുട്ടികൾക്ക് ഫെമിലർ ആയിട്ടുള്ള വേർഡ് റീഡിംഗ് കാർഡ്സ്, പിക്ചർ റീഡിംഗ് കാർഡ്സ് എന്നോട് ചോദിച്ചില്ലേ? ഒരു സൈഡിലെ വേർഡ് എഴുതുമ്പോ അപ്പുറത്തെ സൈഡിൽ, ശില്പിയാന്ന് തോന്നുന്നു ചോദിച്ചത്, അപ്പുറത്തെ സൈഡിലെ പടം ഒട്ടിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചത്. ഒരു സെക്കൻഡ്, ഞാൻ ആ വേർഡ് റീഡിംഗ് കാർഡ്സ് ഒക്കെ ഒന്ന് എടുത്ത് തരാം, കാണിച്ചു തരാം. ഞാൻ ടൈപ്പ് വെച്ചോ. കുറെ ഞാൻ അശ്വതിന്റെ കയ്യിൽ കൊടുത്തു. മാം ലാംഗ്വേജ് എടുക്കുമ്പോ കാണിക്കട്ടെ ഇനി എച്ച് ഉള്ളതൊക്കെ വലിയ വേർഡ്സ്, ഓട്ടോറിക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് കണ്ടുപിടിച്ചതായിരുന്നു. ഇപ്പൊ തോന്നുന്നു അതൊന്നും വേണ്ടായിരുന്നു. ഞാൻ എഴുതിയ ഒരു കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു വേർഡ് കാണിക്കാം. ഡോൾഫിൻ. പിക്ചറും ഉണ്ട്, വേർഡും ഉണ്ട്. ഓക്കെ, അപ്പൊ ഡോൾഫിൻ ഈ സ്പെല്ലിംഗ് നോക്കിയിട്ട് ഇവർ ഇതിന്ന് ഓരോരോ ലെറ്റർ ആയിട്ട് എടുത്ത് അത് അറേഞ്ച് ചെയ്യും. നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. ഞാൻ നോക്കിയിട്ട് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു വേർഡ് ഞാൻ ഇതേ കണ്ടുള്ളൂ. ഡോൾഫിൻ. നമുക്ക് ഡി വേണം അല്ലെ? ഇതില് ഡിയും പിയും എന്താ പറയാ, ക്യൂവും ഒക്കെ ഒരുപോലെ ഇരിക്കണേ. ഡോൾഫിൻ. ഇനി ഓ വേണം. നെക്സ്റ്റ് എൽ.
ഈ വേണോ അതിന്റെ മുകളിൽ കുത്തൊക്കെ ഉണ്ട് കേട്ടോ. ശരി, എന്നല്ലേ അപ്പൊ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പിക്ചർ റീഡിങ് കാർഡ് കൊടുത്തു കഴിയുമ്പോൾ അത് നോക്കിയിട്ട് കുട്ടി ഇതുപോലെ ഉണ്ടാക്കും. ചെറിയ ചെറുത് ക്യാറ്റ്, മഗ്, ജഗ്, ബൺ, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ ഉണ്ടല്ലോ, ആൻഡ്, റാറ്റ്, അങ്ങനെയുള്ള 3 ലെറ്റേഴ്സ് വരുന്ന ആദ്യം കൊടുക്കുക. പിന്നീട് നമുക്ക് 4, 5 അങ്ങനെയുള്ള ലെറ്റേഴ്സിലേക്ക് ഇതൊന്ന് അവർ പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ അത് ചെയ്യുക. ഓക്കെ അല്ലേ? കേട്ടോ, ഇത്രയേ ഉള്ളൂ എന്റെ കയ്യിലുള്ള പ്രാക്ടിക്കൽ മെറ്റീരിയൽസ്. ബാക്കി അശ്വതി മിസ്സിന്റെ ക്ലാസ്സിൽ മിസ് ചെയ്യും. നെക്സ്റ്റ് ട്യൂസ്ഡേ മിസ്സിന്റെ ആണ് കേട്ടോ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമുക്ക് വേണ്ടിയിട്ട് ആദ്യം എന്താ വെയിറ്റ് ചെയ്യും. ഓക്കെ, സോ ഇനി നമുക്ക് എന്തായാലും ഒരു പ്രാക്ടിക്കൽ സെഷനും കൂടെ നമുക്ക് നിങ്ങളുടെ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വെക്കും. ഒരു റിഫ്രഷിങ്, തിയറിയുടെ ഒരു റിഫ്രഷിങ് ഒരു 1.5 hours പ്രാക്ടിക്കൽസിന് ഒരു 1 hour കൂടെ വെക്കും. എന്നിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് വൈൻഡപ്പ് ചെയ്യുള്ളൂ. അത് ലൈക്ക് നോമ്പും കാര്യങ്ങളും എല്ലാം നോക്കി എല്ലാവരുടെയും കൺവീനിയൻസ് നോക്കിയിട്ട് വെക്കും. അതിനെല്ലാവരും ഒന്ന് പ്രസന്റ് ആയിരിക്കും. ഇനിയിപ്പോ കുറച്ച് പേര് വരും, അവര് വീഡിയോ എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം അത് നേരിട്ട് വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ വരും ഈ ചെയ്ത ആക്ടിവിറ്റീസ് എല്ലാം. മനസ്സിലായോ? ഓക്കെ അല്ലേ? നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്താലോ? നമുക്ക് ഇനി മാർച്ച് 10-നാണോ കാണുന്നത്? ക്ലാസ്സിലോ? എന്റെ ക്ലാസ്സില്ല കേട്ടോ ഇനി. മിസ്സിന്റെ ലാസ്റ്റ് ലാസ്റ്റ് ക്ലാസ് ഇനിയിപ്പം നിങ്ങൾ നേരിട്ട് വരുമ്പോ പിന്നെ മോഡൽ എക്സാം ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ റിവ്യൂ സെഷൻ, റിഫ്രഷിങ്, പിന്നെ അതുപോലെ തന്നെ ക്ലാസ് ഉണ്ടാവില്ലേ? പി ജി ക്ലാസ് ഉണ്ടാവും. പി ജി ക്ലാസ് നിങ്ങളുടെ ക്ലാസ്സും കൂടെ അങ്ങ് കഴിഞ്ഞ അശ്വതി മിസ്സിന്റെയും കൂടെ ക്ലാസ്സും കൂടെ കഴിയുമ്പോൾ ഒരു ഡേയും കൂടെ എക്സ്ട്രാ വെച്ചിട്ട് 3 days ആക്കാനാണ് പ്ലാൻ. അപ്പൊ നമ്മുടെ മൊഡ്യൂൾ 3 PDF-ലുള്ളതൊക്കെ അത് അപ്പൊ അമ്പളി ക്ലാസ് കേട്ടില്ലായിരുന്നോ? അതിൽ കുറെ ആക്ടിവിറ്റീസ് ആണ്, ഡെമോൺസ്ട്രേഷൻ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അത് നമ്മള് പ്രാക്ടീസ് ചെയ്യണം. അശ്വതി മിസ് കുറെ ആക്ടിവിറ്റീസ് അടുത്ത ക്ലാസ്സിൽ ചെയ്തുകൊണ്ട് വരാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. PDF അത് ഡെമോൺസ്ട്രേഷൻസ് ആ ഫുൾ. ഇങ്ങനെ ഈ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള കുറെ കഥയും ഈ ഓരോ ആക്ടിവിറ്റി ചെയ്യേണ്ടതുമാണ്. അത് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കേണ്ടതാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഏജും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. 3 വയസ്സുള്ള കുട്ടി ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യിക്കണം, ജഗ്ഗില് വെള്ളം നിറപ്പിക്കണം, അത് പൾസസ് ഫില്ല് ചെയ്യിക്കണം, പിന്നെ ഇതുപോലെ ലാംഗ്വേജ് ഏരിയയിൽ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. അതൊക്കെയാണ് PDF. അത് തിയറി ആയിട്ട് എടുക്കാനില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിത് വായിച്ചിട്ട് നമ്മളുടെ വീട്ടിൽ അതുപോലെ കുട്ടികളുണ്ടെങ്കിൽ ചെയ്യിപ്പിക്കുക. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം അവിടെ കിട്ടുകയാണെങ്കിൽ ചെയ്യിപ്പിക്കാനേ ഉള്ളൂ. ഡെമോ ആണ്, ഡെമോൺസ്ട്രേഷൻസ് ആണ് കൂടുതൽ. അപ്പൊ അതിൽ നിന്ന് എന്തെല്ലാം ഏരിയയില് കുട്ടിക്ക് നേരിട്ട് വരാത്തവർക്ക് മാർക്കിൽ വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ലല്ലോ? ഇത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നമ്മൾ നിർബന്ധപൂർവ്വം അല്ല അത് വെച്ചത്. ഫസ്റ്റ് ബാച്ച് ഇങ്ങനെ ഒരു സജഷൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ഓരോരുത്തർക്ക് അത് നല്ലതായിട്ട് തന്നെ തോന്നി. കാരണം എങ്ങനെ നിങ്ങളോട് പറയുന്നത് വിചാരിച്ചിരുന്നപ്പോഴാണ് ഫസ്റ്റ് ബാച്ച് ഞങ്ങൾ നേരിട്ട് വരാമെന്ന് ഇങ്ങനെ പറഞ്ഞത്. അപ്പോ പല ബാച്ചിൽ നിന്ന് കിട്ടിയ റിവ്യൂ ഇതാണ്. ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ പ്രാക്ടിക്കൽ അല്ലേ ഇതിന്റെ ഏറ്റവും മെയിൻ. അത് നിങ്ങളെങ്ങനെ ഓൺലൈൻ ആയിട്ട് പഠിച്ചാൽ എങ്ങനെയാ ശരിയാവുന്നത്, അത് നേരിട്ട് തന്നെ ചെയ്യണം എന്നൊക്കെ പലരും പറഞ്ഞു എന്നും പറഞ്ഞ് ഒരു റിവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു അതിനൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ചെയ്തു തരാം, നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് എല്ലാവരും വന്നോളൂ എന്നുണ്ട്. അങ്ങനെയാണ് ഫസ്റ്റ് ബാച്ച് ആദ്യം അവരായിട്ട് തന്നെ ഇനീഷ്യേറ്റ് എടുത്തതായിരുന്നു. ഞാൻ സാറിനോട് പറഞ്ഞു അതൊരു നല്ല കാര്യം തന്നെ, നേരിട്ട് വരുന്നത്. അപ്പോഴേ നമുക്കൊരു കംപ്ലീഷൻ ഫീൽ ചെയ്യുള്ളൂ. സത്യം പറഞ്ഞു കേട്ടോ.
അത് കഴിഞ്ഞപ്പോഴേക്കും അവരങ്ങ് ഹാപ്പി ആയി. ഇപ്പോഴാണ് എല്ലാം ക്ലിയർ ആയി നമ്പർ പോയിട്ടുണ്ട്. നമുക്ക് വരാനൊക്കെ ആഗ്രഹമുണ്ട്. മെറ്റീരിയൽസ് കാണാനും മനസ്സിലായില്ല. അത് ടീച്ചേഴ്സിനെ കാണാനും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നെക്സ്റ്റ് നടക്കില്ല അതാണ്. ബാച്ചിന്റെ വരാറാവുമ്പോഴേക്കും വരാൻ പറ്റുമെങ്കിൽ ജോയിൻ ആവും. അവർക്ക് ഉടനെ തന്നെ ആളുകൾ. ഇവിടെ കുട്ടികള് എല്ലാരും ഉണ്ട്. ഹസ്ബൻഡ് നാട്ടിലില്ല. പിന്നെ മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ്. പോവണമെങ്കിലും വരണമെങ്കിലും ഒക്കെ പ്രയാസമാണ്. ആരും ഇല്ല വീട്ടില്. ഇനി അടുത്ത ബാച്ച് ആകുമ്പോഴേക്കും ചിലപ്പോ ഹസ്ബൻഡ് ഓൺലൈൻ എത്തും. ഒന്നുകൂടെ അപ്പൊ പിന്നെ നോക്കും. ഓൺലൈൻ ഒന്നുകൂടെ എല്ലാ മെറ്റീരിയൽസ് കാണിക്കും. പിന്നെ ഇവരെന്തായാലും വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുമല്ലോ. പോകുന്നവരെല്ലാവരും നന്നായി വീഡിയോ എടുത്ത് വിടുന്നുണ്ട് ഗ്രൂപ്പില്. കുറെ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ ഡെമോൺസ്ട്രേഷൻ കാണാം. തേർഡ് മോഡ്യൂൾ മുഴുവനും ഡെമോൺസ്ട്രേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് യെസ് പ്ലീസ്. വാട്സപ്പില് അവിടുന്ന് ഓഫീസിൽ നിന്ന് ഒരു പ്രാക്ടിക്കൽ ക്ലാസ്സിന്റെ വീഡിയോസ് മെറ്റീരിയൽസ് ചെയ്യണതിന്റെ ഒക്കെ ഇട്ട് ഓഫീസിൽ നിന്ന് മറ്റേ പ്രാക്ടിക്കലിന്റെ ചെയ്തതിന്റെ വീഡിയോസ് ഇല്ലേ, മെറ്റീരിയൽസ് വെച്ച് ചെയ്തതിന്റെ അതിന്റെ വീഡിയോസ് കുറച്ചിട്ട് തന്നാർന്ന ഐറ്റംസ് വെച്ച് ചെയ്തതിന്റെ. ഫസ്റ്റ് ബാച്ച് ചെയ്ത് പോയതായിരുന്നു. ചെയ്തു പോയതിന്റെ മാത്രല്ലേ കാണാറുള്ളൂ. വീഡിയോസ്. ഏതാണ്? എന്തോ കേട്ടില്ല. അല്ല, മിസ്സിന്റെ ഫേസ് മാത്രല്ലേ കാണാറുള്ളൂ. മിസ്സിന്റെ സാരി ഒക്കെ എടുത്ത് കണ്ടു വീഡിയോയില്. ശരി, ഓക്കെ. തസ്രീബയുടെ മെസ്സേജ് ഞാൻ വായിച്ചു. യെസ്, മോഡൽ എക്സാം ആയിരുന്നു അവരുടെ മൺഡേ തീ. എന്റെ അനിയത്തിയും പഠിക്കുന്നുണ്ട്. ആരുടെയാ? CA ആണ് ഞാന്. എന്റെ അനിയത്തി പഠിക്കുന്നുണ്ട് ഫസ്റ്റ് ബാച്ചില്. അനിയന്റെ ഭാര്യ. ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടുണ്ട്. സാന്ദ്ര. ഓൺലൈൻ ക്ലാസ്സിൽ കേരള കുറവാന്നുണ്ട്. എക്സാം എഴുതാനുള്ള ഒരു എനിക്ക് ഓർമ്മയുണ്ട്. എക്സാം എഴുതിയിട്ടില്ലേ? എക്സാം ഒക്കെ എഴുതുന്നുണ്ട്. ഓൺലൈൻ കുറവായിരിക്കും കയറുന്നത്. അപ്പൊ ശരി, ഓക്കെ. ശരി, ഓക്കെ. ഗുഡ് നൈറ്റ്. 1-ാം തീയതി കാണാം. എല്ലാരെയും കാണാൻ പറ്റുന്നവര് വരൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയൂ. തലേ ദിവസം വരണം, അങ്ങനത്തെ ഒക്കെ കാര്യമാണെങ്കിൽ പറയൂ. വീട്ടിലേക്ക് വരാം, നോ പ്രോബ്ലം. ബൈ.